എല്ലാവർക്കും നമസ്കാരം. വേ ടു സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SCERT സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ ചാപ്റ്ററായ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ഭവ വികാസങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ദേശീയ പ്രസ്ഥാനങ്ങളും ദേശീയ നേതാക്കളും മുന്നോട്ട് വെച്ച ആശയങ്ങളും മൂല്യങ്ങളും ഒക്കെ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സ്വാധീനവും ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഭരണഘടന കാലോചിതമായി പരിഷ്കരിക്കുന്നതിൻ്റെ ആവശ്യകത, വിവിധ ഭരണഘടനാ ഭേദഗതികൾ, ഭരണഘടനാ നിയമത്തിൻ്റെ ഉറവിടമായി മാറുന്നതെങ്ങനെ, പിന്നെ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ഉദ്ധരണിയാണ് കൊടുത്തിരിക്കുന്നത്. മഹാത്മാഗാന്ധി തൻ്റെ യങ് ഇന്ത്യ എന്ന് പറയുന്ന ജേണലിൽ 1931 പബ്ലിഷ് ചെയ്തതാണ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാവുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യയ്ക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ, പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഈ ഉദ്ധരണിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തൊക്കെ ആശയങ്ങളാണ് ഉണ്ടാകേണ്ടതെന്ന് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചിരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അതായത് പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, ഇങ്ങനെയുള്ള കുറച്ച് ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടാവണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. ദേശീയബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ്. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്കതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. വിദേശഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ടു പോയിരുന്നത്. ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആശയം ശക്തമാക്കി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. താഴെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ ജനങ്ങളുടെയും ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണല്ലേ. മതസൗഹാർദ്ദം, സാഹോദര്യം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം, നീതി, മതനിരപേക്ഷത, തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം, ഇങ്ങനെ കുറേ ആഗ്രഹങ്ങളാണ് എല്ലാ ജനങ്ങളുടെയും ഉള്ളിലുള്ളത്. അങ്ങനെയെങ്കിൽ ഭരണഘടന എന്തെല്ലാം കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യനീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. ഈ വക കാര്യങ്ങളിലൊക്കെയാണ് ഭരണഘടന പ്രാധാന്യം നൽകേണ്ടത്.
അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ആദ്യത്തെ ബഹുജന സമരമായിരുന്നു. സൈനികർ, ഗോത്രവർഗ്ഗക്കാർ, കർഷകർ, രാജാക്കന്മാർ തുടങ്ങി നിരവധി വിഭാഗങ്ങൾ പങ്കെടുത്തു. മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ദേശീയ ബോധം വളരുന്നതിന് ഇത് കാരണമായി. പ്രാദേശിക സംഘടനകളുടെ പ്രവർത്തനം ശക്തിപ്പെട്ടു. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദേശീയ തലത്തിൽ രൂപപ്പെട്ട ആദ്യ സംഘടനയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് സംഘടിതമാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർന്നു. ഇനി ഗാന്ധിജിയുടെ ആഗമനം. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആശയം ശക്തമാക്കി. ഉച്ചനീചത്വങ്ങൾ ഇല്ലാത്ത ഇന്ത്യക്കായി പരിശ്രമിച്ചു. സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നിവ ഉയർത്തിപ്പിടിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബഹുജന അടിത്തറ ഗാന്ധിജി വന്നതോടുകൂടി ശക്തിപ്പെട്ടു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനയുടെ മുൻഗാമി. നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 15. ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26. അപ്പോൾ ഇതിനിടയിലുള്ള 2 വർഷം ഇന്ത്യയുടെ ഭരണഘടനയും നിയമവുമൊക്കെ എന്തായിരുന്നു നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വർഷം 1935. എത്ര വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു? 321 വിഭാഗങ്ങളും 10 പട്ടികകളും ചേർന്നതായിരുന്നു. ഇനി ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ചിരുന്നു. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ നിലവിൽ വന്നു. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നമുക്ക് കുറച്ച് വിശദമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ ഈ നിയമത്തിൽ 321 ഭാഗങ്ങളും 10 പട്ടികകളും ഉൾക്കൊള്ളുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇന്ത്യയെയും നാട്ടുരാജ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഫെഡറൽ സംവിധാനം അവതരിപ്പിക്കുന്നതിനും ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ സ്വയംഭരണം ഏർപ്പെടുത്തുന്നതിനും കാരണമായ നിയമം കൂടിയായിരുന്നു ഇത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഫെഡറൽ സംവിധാനമാണ്. അപ്പോൾ ഫെഡറൽ സംവിധാനം എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റേറ്റിൻ്റെ ഭരണമുണ്ട്, കേന്ദ്രത്തിൻ്റെ ഭരണമുണ്ട് അല്ലേ. അപ്പോൾ ഈ നിയമം കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കുമിടയിൽ അധികാരങ്ങൾ വിഭജിച്ചു. ഇതിനായി 3 തരത്തിലുള്ള ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഫെഡറൽ ലിസ്റ്റ്, കേന്ദ്രത്തിനും നിയമനിർമ്മാണത്തിന് അധികാരമുള്ള വിഷയങ്ങളാണ് ഫെഡറൽ ലിസ്റ്റിൽ വരിക. പ്രവിശ്യ ലിസ്റ്റ്, പ്രവിശ്യകൾക്ക് നിയമനിർമ്മാണത്തിന് അധികാരമുള്ള വിഷയങ്ങൾ വരും. ഇനി കൺകറന്റ് ലിസ്റ്റാണ്, കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കും തുല്യ അധികാരം. അവശേഷിക്കുന്ന അധികാരങ്ങൾ വൈസ്രോയിൽ നിക്ഷിപ്തമായിരുന്നു. അടുത്ത നോക്കാം, പ്രവിശ്യകൾക്ക് സ്വയം ഭരണാവകാശം. പ്രവിശ്യാ തലങ്ങളിൽ ദ്വിഭരണം നിർത്തലാക്കി. കേന്ദ്രത്തിന് സ്വാധീനമുള്ള ഫെഡറൽ ലിസ്റ്റിന് കീഴിലുള്ള വിഷയങ്ങളെ റിസർവ്, ട്രാൻസ്ഫേർഡ് എന്നിങ്ങനെ 2ആയി തരംതിരിച്ചു. അതിനകത്ത് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവരണം ചെയ്ത വിഷയങ്ങൾ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെട്ട വിഷയങ്ങൾ വരുന്നതാണ് ട്രാൻസ്ഫേർഡിൽ. ഓക്കെ, അപ്പോൾ കേന്ദ്രത്തിന് സ്വാധീനമുള്ള ഫെഡറൽ ലിസ്റ്റിന് കീഴിലുള്ള വിഷയങ്ങളെ റിസർവ് എന്നും ട്രാൻസ്ഫേർഡ് എന്നും 2ആയി തരംതിരിച്ചു. സംവരണം ചെയ്ത വിഷയങ്ങൾ ഗവർണർ ജനറലിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഉദാഹരണം പ്രതിരോധം, വിദേശകാര്യം, പോലീസ്, നികുതി ഇവയെല്ലാം. ഇനി കൈമാറ്റം ചെയ്യപ്പെട്ട വിഷയങ്ങൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ചുമതലയിലായിരുന്നു. ഓക്കെ, അപ്പോൾ സംവരണം ചെയ്ത വിഷയങ്ങൾ ഗവർണർ ജനറലിൻ്റെ നിയന്ത്രണത്തിലും കൈമാറ്റം ചെയ്യപ്പെട്ട വിഷയങ്ങൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ചുമതലയിലുമായിരുന്നു. എന്നാൽ പ്രവിശ്യ നിയമസഭയെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായിരുന്നു. അടുത്തതാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ശുപാർശ ചെയ്തു. അവ ഹൗസ് ഓഫ് അസംബ്ലി അധോസഭയെന്നും കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഉപരിസഭ എന്നിവയായിരുന്നു. ആകെയുള്ള 11 പ്രവിശ്യകളിൽ 6ലും ദ്വിമണ്ഡല സഭകൾ നിലവിൽ വന്നു. ബംഗാൾ, മദ്രാസ്, ബോംബെ, ബീഹാർ, ആസാം, ഏകീകൃത പ്രവിശ്യകൾ തുടങ്ങിയവയിലാണ് ദ്വിമണ്ഡല സഭകൾ നിലവിൽ വന്നത്. ഇവയ്ക്കെല്ലാം പുറമെ ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ സംവരണം ചെയ്തു. ഇത് ഭരണ കാര്യങ്ങളിൽ അവരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിച്ചു.
അടുത്ത നമുക്ക് നോക്കാം ഭരണഘടന നിർമ്മാണത്തിലേക്ക്. 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. അപ്പോൾ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. അങ്ങനെയാണ് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്താണെന്ന് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി മുൻകൈയെടുത്താണ് ക്യാബിനറ്റ് മിഷൻ രൂപീകരിച്ചത്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ രൂപീകരിച്ചത് ക്ലെമന്റ് ആറ്റ്ലിയാണ്. ബ്രിട്ടീഷ് മന്ത്രിസഭാംഗമായ പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരായിരുന്നു മിഷൻ അംഗങ്ങൾ. അപ്പോൾ ആ 3 പേരെയും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളുക. പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുമായി ചർച്ച നടത്തിയ അവർ ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ വിളിച്ചു ചേർക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിച്ചു. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് അവർ തയ്യാറാക്കിയിട്ടുള്ള പ്രസ്തുത പരിപാടി ക്യാബിനറ്റ് മിഷൻ പദ്ധതി എന്ന പേരിൽ അറിയപ്പെട്ടു. അടുത്തതാണ് ഭരണഘടനാ നിർമ്മാണ സഭ. അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ഓക്കെ. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. ഭരണഘടനാ ദിനമാണല്ലേ നവംബർ 26. നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം ഏതാണ്? 1950 ജനുവരി 26 എന്നാണ് ഭരണഘടന നിലവിൽ വരുന്നത്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. നിർമ്മാണത്തിനെടുത്ത കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ഭരണഘടനയുടെ നിർമ്മാണത്തിനെടുത്ത കാലയളവാണ് 2 വർഷം 11 മാസം 17 ദിവസം. അടുത്തത് നോക്കാം. കുറ്റമറ്റ ഭരണഘടനയ്ക്കായി. ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടനയെന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇന്ത്യയ്ക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പോയിന്റ്, ഭരണഘടനയുടെ ശില്പി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഇനി എന്തൊക്കെ സവിശേഷതകളാണ് ഭരണഘടനയ്ക്ക് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ്. 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. നിലവിൽ വന്ന സമയത്ത് എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു? 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി എന്തൊക്കെയാണ് ഭരണഘടനയുടെ സവിശേഷതകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പാർലമെന്ററി ജനാധിപത്യ ഭരണം. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നുണ്ട്. അതാണ് പാർലമെന്ററി ജനാധിപത്യ ഭരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉദ്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. ഇനി മൗലികാവകാശങ്ങളെക്കുറിച്ച് എന്താ പറയുന്നത്? ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളെക്കുറിച്ചാണ് മൗലികാവകാശങ്ങളിൽ പറയുന്നത്. അടുത്തത് മൗലിക കടമകളാണ്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് മൗലിക കടമകളിൽ പറയുന്നത്. അടുത്തതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിയമവാഴ്ച. എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല. അടുത്തത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും, ആണെന്നോ
പെണ്ണെന്നോ ന്യൂനപക്ഷമെന്നോ അങ്ങനെയൊന്നും വേർതിരിവില്ല. ആ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനെയാണ് നമ്മൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. അതാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. അടുത്തതാണ് ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണെന്ത്? ഫെഡറലിസം. നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട്. അങ്ങനെ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം. ഇനി ഏക പൗരത്വം. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല. എല്ലാവരും ഇന്ത്യക്കാരാണ് അല്ലേ. അങ്ങനെ ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. അതാണ് ഏക പൗരത്വം എന്ന് പറയുന്നത്. അടുത്തത് നിയമങ്ങളുടെ ഉറവിടം. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമ സംഹിതയാണ്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചിരിക്കുന്നു. നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയ്ക്കും സ്രോതസ്സ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്കുള്ളത്. അപ്പോൾ നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ്സ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഇതിനുള്ളത്, ഭരണഘടനയ്ക്കുള്ളത്. ഇനി നമുക്ക് നോക്കാം ഭരണഘടനാനുസൃതമായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വനം വന്യജീവി സംരക്ഷണ നിയമം, ദേശീയ സുരക്ഷാ നിയമം, ബാലവേല നിരോധന നിയമം, ദുരന്ത നിവാരണ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, ഭൂപരിഷ്കരണ നിയമം, വിവരാവകാശ നിയമം, ബാലനീതി നിയമം, തൊഴിൽ നിയമം, അഴിമതി നിരോധന നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം. ഇവയെല്ലാം തന്നെ ഭരണഘടനാനുസൃതമായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്നുകൂടെ നോക്കിയേ. വനം വന്യജീവി സംരക്ഷണ നിയമം, ദേശീയ സുരക്ഷാ നിയമം, ബാലവേല നിരോധന നിയമം, ദുരന്ത നിവാരണ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, ഭൂപരിഷ്കരണ നിയമം, വിവരാവകാശ നിയമം, ബാലനീതി നിയമം, തൊഴിൽ നിയമം, അഴിമതി നിരോധന നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് പോക്സോ ആക്ട് 2012. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് പോക്സോ ആക്ടിൽ പറയുന്നത്. 2012 നിലവിൽ വന്നത്. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു. ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും കഴിയണം. അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ CWPO എന്നറിയപ്പെടുന്നു. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം പോക്സോ മോണിറ്ററിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട്. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഇനി ബാലാവകാശ നിയമങ്ങൾ ഏതൊക്കെയാണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? ബാലവേല നിരോധന നിയമം, ബാലനീതി നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം. അപ്പോൾ ഏതൊക്കെയാണ് ബാലാവകാശ നിയമങ്ങൾ? ബാലവേല നിരോധന നിയമം, ബാലനീതി നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം. 1-ാം ലോക മഹായുദ്ധത്തെ തുടർന്നാണ് കുട്ടികളുടെ സംരക്ഷണവും സുരക്ഷയും അനിവാര്യമായ വിഷയമാണെന്ന് ലോകരാജ്യങ്ങൾക്ക് ബോധ്യമായത്. അങ്ങനെയാണ് 1924 ലീഗ് ഓഫ് നേഷൻസ് ജനീവ ഡിക്ലറേഷൻ ഓഫ് ചൈൽഡ് പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് 1948 ഡിസംബർ 10 നടന്ന യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിലും കുട്ടികൾക്ക് പ്രത്യേക പരിഗണന ഉറപ്പുവരുത്തി. ശേഷം 1959 ഡിസംബർ 10 ഡിക്ലറേഷൻ ഓഫ് ചൈൽഡ് പ്രഖ്യാപിക്കുകയും ഇതിലൂടെ
കുട്ടികളുടെ ആരോഗ്യം, ഭക്ഷണം, വിദ്യാഭ്യാസം, വിനോദം, തുല്യത എന്നിവയ്ക്കുള്ള അവകാശവും അക്രമം, വിവേചനം, അവഗണന എന്നിവയിൽ നിന്നുള്ള പരിരക്ഷണവും ഉറപ്പുവരുത്തി. ഒടുവിൽ 1989 നവംബർ 20 ചരിത്ര പ്രസിദ്ധമായ കുട്ടികൾക്കായുള്ള അവകാശ ഉടമ്പടി ഐക്യരാഷ്ട്രസഭ ഒപ്പുവെച്ചു. 2002 UN കുട്ടികൾക്കിണങ്ങുന്ന ലോകം എന്ന പ്രഖ്യാപനം കൂടി നടത്തുകയും ചെയ്തതിലൂടെ ലോകത്താകമാനം കുട്ടികളുടെ അവകാശങ്ങൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടു. 1948 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ചൈൽഡ് ചുവട് പിടിച്ച് നമ്മുടെ ഭരണഘടനയിലും കുട്ടികളുടെ അവകാശങ്ങൾക്ക് കാര്യമായ പരിഗണനയാണ് നൽകിയത്. ഭരണഘടനയിലെ നിരവധി അനുച്ഛേദങ്ങൾ കുട്ടികളുടെ സംരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നു. കൂടാതെ കുട്ടികൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ അമൂല്യ സമ്പത്താണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 1974 ഓഗസ്റ്റിൽ നമ്മുടെ രാജ്യം കുട്ടികൾക്കായുള്ള ദേശീയ നയം പ്രഖ്യാപിച്ചു. 1989 UN ഉടമ്പടി പ്രകാരം 1992 സെപ്റ്റംബറിന് ഇന്ത്യയും ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. 2002 കുട്ടികൾക്കിണങ്ങുന്ന ലോകം എന്ന UN ഉടമ്പടി പ്രഖ്യാപനത്തിനു ശേഷം 2004 ഫെബ്രുവരി 9 കുട്ടികൾക്കായുള്ള ദേശീയ ചാർട്ടർ ഇന്ത്യ പ്രസിദ്ധീകരിക്കുകയും ഓരോ കുട്ടിക്കും ജന്മസിദ്ധമായ അവകാശം സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും അനുഭവവേദ്യമാക്കുകയാണ് ഈ ചാർട്ടറിന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. 2005 ഇന്ത്യയിൽ ബാലാവകാശ കമ്മീഷൻ ആക്ടും കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആക്ടും 2013 ജൂൺ 3 നിലവിൽ വന്നത് ബാലാവകാശം ഉറപ്പുവരുത്തുന്നതിൽ കേരളം ഏറെ മുൻപന്തിയിലാകുന്നതിന് നമ്മെ സഹായിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ അസംഖ്യം നിയമങ്ങളും കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നു. അടുത്തത് നമുക്ക് ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിയമത്തിൻ്റെ വ്യവസ്ഥ, സ്രോതസ് എന്നതിനു പുറമെ മറ്റേതെല്ലാം ധർമ്മങ്ങൾ ഭരണഘടന നിർവഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി ഭരണഘടന നിലകൊള്ളുന്നു. ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. കാലക്രമേണ ഭരണഘടനയിൽ കുറേ മാറ്റങ്ങളും തിരുത്തലുകളുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. അതിൽ ആദ്യത്തെ ഭേദഗതി എന്ന് പറയുന്നത് 1951 ഭേദഗതിയാണ്. അവിടെ വരുത്തിയ മാറ്റം പട്ടികകളുടെ എണ്ണം 9 മാറ്റി. പിന്നീട് 42 ഭേദഗതി 1976 42 ഭേദഗതി അനുസരിച്ച് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു ഭരണഘടനയിൽ. ഇനി 44 ഭേദഗതി 1978 44 ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായത്. ഇനി 73-74 ഭേദഗതി 1992 73-74 ഭേദഗതി പ്രകാരം പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം നിലവിൽ വന്നു. ഭേദഗതി 86 2002 ഭേദഗതി 86 ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം മൗലികാവകാശമായി. പിന്നീട് 2016 101 ഭേദഗതി പ്രകാരം ചരക്ക് സേവന നികുതി അഥവാ GST ഏർപ്പെടുത്തി. ഇനി അവസാനം വന്ന ഭേദഗതിയാണ് 106 ഭേദഗതി. പുതിയ പാർലമെന്റിൽ പാസ്സാക്കിയതാണ്. 33% സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തണം എന്ന ഭേദഗതിയാണ് 106 ഭേദഗതി. കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. മാറുന്ന സാമൂഹികാവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താം എന്ന് ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട്. 368 വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല. അടിത്തറ ഇളക്കരുത്. എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. 1973 കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്.
അടുത്തതാണ് വിദ്യാഭ്യാസം മൗലികാവകാശം. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കപ്പെട്ടത് 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം. അടുത്തത് ചെറു ഭരണഘടന. 1976 42 ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ 1976 42 ഭേദഗതിയാണ് നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ചെറു ഭരണഘടന. ഇനി ഈ പറയുന്ന നിയമങ്ങളെല്ലാം നടപ്പാക്കപ്പെടുന്നുണ്ടോ? രാജ്യത്ത് ഇനിയും യാഥാർത്ഥ്യമാകാതെ ഭൂപരിഷ്കരണം നിലനിൽക്കുന്നു. സ്ത്രീധന നിരോധന നിയമം കടലാസിൽ തന്നെ. മദ്യവിപത്ത് നിയമം കൊണ്ട് മാത്രം തടയാനാവില്ല. ബാലാവകാശ നിയമങ്ങൾ കർശനമാക്കണമെന്ന ആവശ്യം, ഇതെല്ലാം നടപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ നിയമങ്ങളെല്ലാം കടലാസുകളിൽ മാത്രം എഴുതപ്പെട്ടവയാണ്. ഇതിൽ എത്ര എണ്ണം നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നുണ്ട്? നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന വിവിധ തരം വെല്ലുവിളികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ, ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ. വ്യത്യസ്ത താല്പര്യങ്ങളുള്ള സമൂഹമാണ് നമ്മുടേത്. എങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായി ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികമാണ്. ഇങ്ങനെ ഉയരുന്ന എതിർപ്പുകളെ ഭരണഘടനാപരമായും ജനാധിപത്യപരമായുമാണ് സമീപിക്കേണ്ടത്. വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഉയർത്താൻ കഴിയൂ. അപ്പോൾ 3ാമത്തെ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു. ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്